നീ എന്തിനാണ് വന്നത്? ആകാശ് നിത്യയോട് ചോദിച്ചു. എനിക്ക് അവിടെ ബോറടിച്ചു. അക്കുവേട്ടൻ ഉണ്ടാക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. അതാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. അവൾ അവൻ്റെ കൈവണയിൽ ചുറ്റിപ്പിടിച്ചു. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അവൻ ചോദിച്ചു. ഇല്ല, ഞാൻ ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അക്കുവേട്ടനും ഒന്നും കഴിച്ചില്ലല്ലോ? അവൾ ചോദിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ചു. ഫുഡ് കഴിക്കാൻ സമയമായില്ലല്ലോ. വാ, ക്യാൻറ്റീനിൽ പോകാം. ആകാശ് ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങി. അവൻ്റെ കൈവണയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നിത്യയും ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ അത്ഭുതത്തോടെ അവരെ നോക്കി. അഭിലാഷ് മാത്രം നിരാശയോടെ അവളെ നോക്കിയിരുന്നു. ആകാശ് ക്യാൻറ്റീനിലെ പ്രൈവറ്റ് റൂമിലേക്ക് കയറി. പിന്നാലെ നിത്യയും. സ്റ്റാഫ് പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാൻ വന്നു. ഒരു ചിക്കൻ ബർഗർ, ചിക്കൻ സാൻഡ്വിച്ച്. ആകാശിനെ മുഴുവൻ പറയാൻ സമ്മതിക്കാതെ നിത്യ ഇടയ്ക്ക് കയറി. 2 ടീ കട്ട്ലറ്റും. ആകാശ് ചിരിച്ചുപോയി. അക്കുവേട്ടൻ എപ്പോഴും എൻ്റെ കാര്യം മാത്രം ചിന്തിക്കുള്ളൂ. അക്കുവേട്ടന് എന്താ, ഒന്നും വേണ്ടേ? അവൾ മുഖം കൂർപ്പിച്ചു. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഓർഡർ ചെയ്ത ഐറ്റംസ് എത്തി. ആദ്യം തന്നെ നിത്യ ചായയും കട്ട്ലറ്റും ആകാശിൻ്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. പിന്നെ സാൻഡ്വിച്ച് എടുത്തു ആകാശിൻ്റെ ചുണ്ടോടടുപ്പിച്ചു. ആകാശ് അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ഒന്ന് കടിച്ചു. ബാക്കി അവളുടെ തന്നെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവളെ കൊണ്ട് കഴിപ്പിച്ചു. നിത്യ ആകാശിനോട് ചായ കുടിക്കാൻ കണ്ണ് കാണിച്ചു. അവൻ ചായ കുടിച്ചു. കട്ട്ലറ്റ് അവളുടെ നേരെ നീട്ടിയെങ്കിലും അവൾ നിരസിച്ചു. അത് ഓയിലിയാണ് അക്കുവേട്ടാ, അത് കഴിച്ചാൽ മുഖക്കുരു വരും. പിന്നെ ആകാശ് നിർബന്ധിച്ചില്ല. അവൻ ചായ കുടിച്ചു കഴിഞ്ഞു. നിത്യ ബർഗർ 2 ഭാഗങ്ങളാക്കി മുറിച്ചു. പകുതി ആകാശിൻ്റെ നേരെ നീട്ടി. അവൻ വേണ്ടെന്ന് തലയാട്ടി. നിത്യ പിണങ്ങിക്കൊണ്ടെഴുന്നേറ്റു. അവൻ അവളെ പിടിച്ചിരുത്തി. പിന്നെ അത് 2 പേരും കൂടി കഴിച്ചു തീർത്തു. ആകാശിൻ്റെ വയറു മാത്രമല്ല, മനസ്സും നിറഞ്ഞിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചതാണ്. പിന്നെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇവൾ വന്നതുകൊണ്ട് ദാഹവും മാറി, വിശപ്പും മാറി. നിത്യ അവിടെയുള്ള വാഷ് ബേസിനിൽ കൈ നല്ലോണം ഹാൻഡ് വാഷ് ഇട്ട് കഴുകി. ആകാശ് ബില്ല് സെറ്റിൽ ചെയ്യാൻ പോയിരുന്നു. നിത്യ പുറത്തിറങ്ങിയപ്പോൾ ആകാശ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. നിത്യ വന്നു അവൻ്റെ കയ്യിൽ തൂങ്ങി. ആകാശ് മറു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അവരെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആകാശും നിത്യയും അത് മൈൻഡ് ചെയ്തില്ല. കോൾ കട്ട് ചെയ്തു അവർ പോകാനിറങ്ങിയപ്പോൾ ക്യാൻറ്റീൻ നടത്തുന്ന ചേട്ടൻ അവരുടെ അടുത്തേക്ക് വന്നു. ചോദിച്ചു. ഇതാരാ സർ, പെങ്ങളാണോ? ഇവിടെ ആദ്യം കാണുകയാ, അതുകൊണ്ട് ചോദിച്ചതാ. അയാൾ വ്യക്തമാക്കി. പെങ്ങളല്ല, ഇതെൻ്റെ ഭാര്യ നിത്യ മേനോൻ. അവൻ കുറച്ചുറക്കെയാണ് പറഞ്ഞത്. അത് അവിടെയുള്ളവർ കേട്ടിരുന്നു. അവർ ആകാശിൻ്റെ ക്യാബിനിലേക്ക് നടന്നു. സ്റ്റാഫ് എല്ലാവരും അവരെ തന്നെയാണ് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. ആകാശ് ക്യാബിനിലേക്ക് കയറിപ്പോയി. കൂടെ നിത്യയും. ആകാശ് അവിടെ ഇരുന്നു ഫയലിലേക്ക് ശ്രദ്ധ തിരിച്ചു. നിത്യ കുറച്ചു നേരം അവിടെ ചുറ്റിത്തിരിഞ്ഞു. പിന്നെ ക്യാബിനോട് തൊട്ടുള്ള റൂമിലേക്ക് പോയി. അവിടെ എല്ലാം ഒന്ന് നോക്കി. ഒരു സൈഡിൽ ടേബിളും 4 ചെയറും, ഒരു ചെറിയ സെറ്റി, മറുഭാഗത്ത് ഒരു ചെറിയ ബെഡ്, അതിൻ്റെ സൈഡിൽ വാഷ് ബേസിൻ, അതിനോട് തൊട്ട് ബാത്റൂമും ഉണ്ട്. ഒരു സൈഡിൽ ഒരു അലമാരയിൽ കുറച്ച് ഫയലുകൾ. നിത്യ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങി. അവൾ ആകാശിൻ്റെ അടുത്ത് വന്നു. അവൻ ഒരു ഫയലും അതുമായി ബന്ധപ്പെട്ട ബില്ലും നോക്കി ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. അവൻ ഫയൽ മേശപ്പുറത്തേക്കിട്ട് തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. എന്താ കുവേട്ടാ പ്രശ്നം? എനിക്ക് പറഞ്ഞു താ, ഞാൻ സഹായിക്കാം. നിത്യ അവനോട് ചേർന്ന് നിന്ന് അവൻ്റെ പുറത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു. ആകാശ് അവൾക്ക് ആദ്യത്തെ ഒരു ക്ലിയറായ ഒരു ഫയൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ ഇപ്പോഴത്തെ പ്രോബ്ലമുള്ള ഫയലുകളും കാണിച്ചു കൊടുത്തു. ആദ്യത്തെ ഫയൽ പോലെ ഇതും കറക്റ്റ് ചെയ്യണം, പറ്റുമോ? അവൻ കുസൃതിയോടെ ചോദിച്ചു. നിത്യ ഒരു A4 ഷീറ്റ് എടുത്ത് വേറൊരു രീതിയിൽ അത് എഴുതി കാണിച്ചു കൊടുത്തു. ആ ഐഡിയ അവന് ഇഷ്ടപ്പെട്ടു. ആ രീതിയിൽ 2 പേരും കൂടി ഫയലെല്ലാം ക്ലിയർ ചെയ്തു. ബില്ല് എല്ലാം ഡേറ്റിനനുസരിച്ച് ടാഗ് ഇട്ട് കെട്ടി വെച്ചു. അതും ഒരു ഫയലാക്കി വെച്ചു. കുറച്ചു കോംപ്ലിക്കേറ്റഡ് ഫയൽ അവർ വീട്ടിൽ കൊണ്ടുപോകാൻ എടുത്തു വച്ചു. ആകാശ് എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ചു തലയിൽ താടി ചേർത്തു. നീ MBA പഠിച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ആകാശ് പറഞ്ഞു. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റാ, അറിയോ? അതുകൊണ്ടാ അച്ഛൻ എനിക്ക് സമ്മാനിക്കാൻ കാർ ബുക്ക് ചെയ്തത്, അവൾ പറഞ്ഞു. ആകാശ് ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു. നാളെ മുതൽ നീ കൂടി എൻ്റെ ഒപ്പം പോരും. നമുക്ക് 2 പേർക്കും കൂടി ഈ ഓഫീസ് ശരിയാക്കിയെടുക്കാം, അവൻ പറഞ്ഞു. ഞാൻ റെഡി, എനിക്കത് ഒരു എക്സ്പീരിയൻസ് കൂടിയാകും.
അവൾ സമ്മതിച്ചു. ആദിയും പാറുവും രാവിലെ തന്നെ അവരുടെ ഓഫീസിലേക്ക് പോയിരുന്നു. പാറു സ്യൂട്ടിൽ തന്നെയായിരുന്നു പോയത്. ആദിയും ഓഫീസിൽ തിരക്കിലായിരുന്നു രണ്ടുപേരും. പാറു ഓഫീസിൽ നിന്ന് ഓഫീസിലേക്ക് എന്ന രീതിയിൽ ബ്രാഞ്ചുകൾ സന്ദർശിച്ചു. ആദി സൈറ്റുകളിലും പോയി ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കാൻ മുരുകൻ ഏർപ്പാട് ചെയ്തു. പണിയുടെ പുരോഗതി വിലയിരുത്തി അവൻ ഓഫീസിലേക്ക് തിരിച്ചുപോയി. പിന്നെ പാറുവിന് ഫോൺ ചെയ്തു. എന്തെങ്കിലും കഴിച്ചോ? ഇപ്പോൾ എവിടെയാ നീ? അവൻ ചോദിച്ചു. ഞാൻ മലപ്പുറം ബ്രാഞ്ചിലേക്ക് പോവുക. കാറിലാ? ഞാൻ ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കും. ആദ്യമായിട്ട് എന്തെങ്കിലും കഴിച്ചോ? അവൾ ചോദിച്ചു. ഇല്ല, ഞാൻ ഇവിടെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കും, അവൻ പറഞ്ഞു. അവൾ മൂളിക്കൊണ്ട് ഫോൺ വെച്ചു. ഹോട്ടലെത്തിയിരുന്നു. പാറു കാറിൽ നിന്നിറങ്ങി. ഡ്രൈവർ കാർ പാർക്ക് ചെയ്തു വന്നു. രണ്ടുപേരും ഹോട്ടലിൻ്റെ മുകൾ നിലയിലേക്ക് പോയി. അവിടെ അധികം തിരക്കില്ലായിരുന്നു. രണ്ടുപേരും വാഷ് ബേസിനിൽ കൈ കഴുകി വന്നു. പാറു വെജിറ്റേറിയൻ ഫുഡാണ് ഓർഡർ ചെയ്തത്. ഡ്രൈവർ മന്തിയും. രണ്ടുപേരും കഴിച്ചു തുടങ്ങി. ആദി അപ്പോൾ തന്നെ ക്യാൻറ്റീനിൽ പോയി മീൽസ് ഓർഡർ ചെയ്തു കഴിച്ചു. മൂർത്തിയും യമുനയും ആദി താമസിക്കുന്ന ചെറിയ വീട്ടിലെത്തി. ആദിയുടെയും പാറുവിൻ്റെയും ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു വച്ചു. കവിതയെ വിളിച്ചു കൃഷി നനയ്ക്കാൻ ഏൽപ്പിച്ചു. പിന്നെ നിങ്ങൾ ഞായറാഴ്ച മുതൽ ഈ വീട്ടിൽ താമസിച്ചാൽ മതി. നിങ്ങളുടെ വീട് പൊളിച്ചു അവിടെ ചെറിയൊരു വീട് പണിയിച്ചു തരാം. അതിനെപ്പറ്റി പാറു സംസാരിച്ചിരുന്നു. എനിക്കും സമ്മതം. ഇവിടെയുള്ള ഫർണിച്ചറും ഇലക്ട്രോണിക് ഉപകരണവും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആദിയും പാറുവും ഇന്നു മുതൽ എൻ്റെ വീട്ടിലാണ് താമസം. ഇനി അവർ ഇവിടെ താമസിക്കില്ല. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറയാം. അവരിവിടെ ഇല്ലെന്ന് കരുതി വിഷമിക്കേണ്ട. നിങ്ങൾക്ക് അങ്ങോട്ടും വരാം, മൂർത്തി പറഞ്ഞു. കവിത കൈകൂപ്പി. അവളുടെ കണ്ണിൽ നിന്ന് വെള്ളം ഇറ്റു വീണുകൊണ്ടിരുന്നു. വൈകുന്നേരം 5 മണിയോടെ ആദി വീട്ടിലെത്തി. മൂർത്തി അവനോട് വിവരങ്ങൾ പറഞ്ഞു. ആദി സമ്മതിച്ചു. അവർ പാറു വരാൻ വേണ്ടി കാത്തിരുന്നു. 7 മണിയോടെ പാറുവും എത്തി. വിവരമറിഞ്ഞ അവൾ ഒന്ന് മടിച്ചു. അച്ഛാ, ഇന്ന് തന്നെ വേണോ? അവൾ ആകെ ടയേർഡായിരുന്നു. ഇനി ഡ്രസ്സൊന്നും പാക്ക് ചെയ്യാൻ തന്നെക്കൊണ്ട് വയ്യ. അതെ, ഇന്ന് തന്നെ വേണം. വേഗം ഇറങ്ങിക്കോ. ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. മറ്റു സാധനങ്ങൾ എല്ലാം നാളെ വന്ന് എടുക്കാം, മൂർത്തി തിരക്കുകൂട്ടി. പാറു പിന്നെ എതിർത്തില്ല. ആദി അവൻ്റെ കാർ എടുത്തു. അതിലാണ് പാറു കയറിയത്. മൂർത്തിയും യമുനയും അവരുടെ കാറിലും. ഡ്രൈവർ ആദ്യം കാർ എടുത്തു. പിന്നാലെ ആദിയും. പാറുവിൻ്റെ സ്കൂട്ടി ആദ്യം തന്നെ മൂർത്തിയുടെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. കാർ വീട്ടിലെത്തിയപ്പോൾ യമുന വീട്ടിലേക്ക് കയറിപ്പോയി. രണ്ടുപേരെയും ചേർത്ത് നിർത്തി യമുന ആരതി ഒഴിഞ്ഞു. പാറുവിൻ്റെയും ആദിയുടെയും നെറ്റിയിൽ കുങ്കുമവും തൊട്ടുകൊടുത്തു. ആദിയും പാറുവും അകത്തേക്ക് കയറി. യമുന അവരുടെ ഡ്രസ്സ് അടങ്ങിയ ബാഗ് ഹാളിൽ കൊണ്ടുവച്ചു. ആദി ഹാളിലിരുന്നു. നിങ്ങൾ പോയി കുളിച്ചു മാറ്റി പോര് പിള്ളേരെ. രാവിലെ ഇട്ട ഡ്രസ്സല്ലേ, മൂർത്തി പറഞ്ഞു. ആദി ചെറിയ ബാഗ് തോളിൽ തൂക്കി വലിയ ബാഗ് കയ്യിലും എടുത്തു. പാറു രണ്ടുപേരുടെയും ലാപ്ടോപ്പുമായി മുന്നിൽ സ്റ്റെപ്പ് കയറി. ആദി പിന്നാലെയും. യമുന സർവൻറ്റിനെ കൊണ്ട് റൂം വൃത്തിയാക്കിച്ചിരുന്നു. ആദി റൂമിൻ്റെ ഒരു സൈഡിൽ ആയി ബാഗുകൾ വെച്ചു. പാറു വാർഡ്രോബിൽ അവന് വേണ്ടി വാങ്ങിയ ഡ്രസ്സ് കാണിച്ചു കൊടുത്തു. ആദി ഡ്രസ്സ് എടുത്തു വച്ചു ബാത്റൂമിലേക്ക് കയറി. അവൻ അന്തം വിട്ടു നിന്നു. എത്ര വലിയ ബാത്റൂമാണ്! ഒരു ഭാഗത്ത് ബാത്ത് ടബും മറുഭാഗത്ത് അത്യാവശ്യം വലിയ സ്വിമ്മിംഗ് പൂളും. ആദി ഡോർ തുറന്ന് പുറത്തിറങ്ങി. പാറു വേഷം മാറ്റിയിരുന്നില്ല. അവൾ ആദിയുടെ ഡ്രസ്സെല്ലാം എടുത്തു വയ്ക്കുകയായിരുന്നു. ആദി പാറുവിൻ്റെ കയ്യിൽ നിന്ന് ഡ്രസ്സ് വാങ്ങി കിടക്കയിലേക്കിട്ടു. പിന്നെ അവളെയും എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി ഡോർ അടച്ചു. പാറുവിനെ നേരെ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടിട്ടു. അവളുടെ നെഞ്ചുവരെ മാത്രമേ വെള്ളമുള്ളൂ. എന്താ ആദ്യേട്ടാ ഇത്? എൻ്റെ ഡ്രസ്സ് നനഞ്ഞു, അവൾ പരിഭവിച്ചു. സാരമില്ല, എന്തായാലും കഴുകാനുള്ളതല്ലേ, പറഞ്ഞുകൊണ്ട് അവൻ പൂളിലേക്ക് ഇറങ്ങി. രണ്ടുപേരും കുറച്ചു നേരം അതിൽ സമയം ചെലവഴിച്ചു. പാറു വേഗം കയറി ഡ്രസ്സ് മാറ്റി താഴേക്ക് പോയി. പിന്നാലെ ആദിയും ഇറങ്ങി വന്നു. സർവൻ്റ് ചായയും സേമിയ കൊണ്ടുണ്ടാക്കിയ അടയും എടുത്തു വച്ചിരുന്നു. 4 പേരും അത് കഴിച്ചു. പിന്നെ ആദി മൂർത്തിയുമായി സംസാരത്തിലേർപ്പെട്ടു. പാറു പിന്നിലെ കൃഷിയിടത്തിലേക്കും പോയി. ആകാശനിത്യയും അന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരം വൈകിയിരുന്നു. കുറച്ചു ഫയൽ അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നു. രണ്ടുപേരും കുളിച്ചു ഫ്രഷായി താഴേക്ക് ഇറങ്ങി. നിത്യ നേരെ കിച്ചണിലേക്ക് പോയി. മാലതി ചായ എടുക്കുന്നുണ്ടായിരുന്നു. അവളെയും കൂട്ടി ചായയുമായി ഡൈനിങ് റൂമിലേക്ക് വന്നു. ആകാശും വിശ്വനും ഉണ്ടായിരുന്നു അവിടെ.
അച്ഛാ, ഓഫീസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇവളെ അവിടെ അസിസ്റ്റൻ്റ് മാനേജറായി അപ്പോയിൻ്റ് ചെയ്യാൻ പോവുക. ആദി നിർബന്ധിക്കുന്നു. ഇവൾ അവിടെ ഉണ്ടെങ്കിൽ എനിക്കും ഒരു സഹായമാകും. അച്ഛൻ്റെയും അമ്മയുടെയും അഭിപ്രായം എന്താ? ആകാശ് ചോദിച്ചു. നല്ല കാര്യമല്ലേ? വീട്ടിൽ അടുക്കളയിൽ ചടഞ്ഞു കൂടുന്നതിനും നല്ലതാ ഒരു ജോലി. പ്രത്യേകിച്ചും പഠിച്ച കുട്ടിയാവുമ്പോൾ. നീ പോയിക്കോടി മോളെ. എന്നിട്ട് ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ തല ഉയർത്തി പിടിച്ചു നിൽക്ക്, വിശ്വം പറഞ്ഞു. നിന്റെ അച്ഛനോടും അമ്മയോടും ഒന്ന് പറഞ്ഞേക്ക്, മാലതിയും പറഞ്ഞു. താങ്ക്സ് അച്ഛാ. താങ്ക്സ് അമ്മേ, നിത്യ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി അച്ഛനോടും അമ്മയോടും വിവരം പറയാൻ. ആകാശ് ഇന്ന് ഓഫീസിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശ്വനോടും മാലതിയോടും തുറന്നു പറഞ്ഞു. ഇവൾ ഓഫീസിൽ വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഫയലെല്ലാം ശരിയാക്കിയത്. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ഇവളെ അവിടെ അപ്പോയിൻ്റ് ചെയ്യാൻ. ആദ്യയോട് ചോദിച്ചപ്പോൾ അവന് 100 വട്ടം സമ്മതം. നാളെ മുതൽ നിത്യ ഓഫീസിൽ അസിസ്റ്റൻ്റ് മാനേജറായി ജോയിൻ ചെയ്യും, ആകാശ് പറഞ്ഞു. ഫുഡ് എങ്ങനെയാ, കൊണ്ടുപോകണോ? മാലതി ചോദിച്ചു. വേണ്ട അമ്മ, ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. മാലതി മൂളി. അപ്പോഴേക്കും നിത്യ ഫോൺ ചെയ്തു വന്നിരുന്നു. കുറച്ചു നേരം വിശ്വനും മാലതിയും ആകാശും സംസാരിച്ചിരുന്നു. നിത്യ എല്ലാം കേട്ടുകൊണ്ട് സെറ്റിയിലിരിക്കുന്ന മാലതിയുടെ മടിയിൽ കിടന്നു. അവർ അവളുടെ മുടിയിലൂടെ വിരലോടിച്ചു കൊണ്ടിരുന്നു. ആ കിടപ്പിൽ അവൾ ഉറങ്ങിപ്പോയി. എത്ര വിളിച്ചിട്ടും അവൾ എഴുന്നേറ്റില്ല. ആകാശ് അവളെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. ആകാശ് കുറച്ചു നേരം ഫയൽ നോക്കാനിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു കിടന്നു. മൂർത്തിയും യമുനയും ആദ്യവും പാറുവും ഒന്നിച്ചാണ് ഫുഡ് കഴിച്ചത്. അതിനുശേഷം ആദ്യ തൻ്റെ ലാപ്ടോപ്പിൽ വർക്ക് ആരംഭിച്ചു. മൂർത്തിയെ കൂട്ടി പാറുവും ഫയൽ നോക്കാനിരുന്നു. യമുന കിച്ചണിൽ പോയി ഒരു ഗ്ലാസ് പാൽ എടുത്തു പാറുവിൻ്റെ റൂമിൽ കൊണ്ട് അടച്ചു വെച്ചു. പിന്നെ താഴെ വന്നു ആദിയുടെ ലാപ്ടോപ്പും പാറുവിൻ്റെ ഫയലുകളും വാങ്ങിവെച്ചു. മതി വർക്ക് ചെയ്തത്, പോയി കിടന്നേ രണ്ടുപേരും. ഇന്നത്തെ ഓഫീസിലെ തിരക്ക് നിങ്ങളുടെ മുഖം കണ്ടാലറിയാം, യമുന പറഞ്ഞു. നിങ്ങൾക്കാ കിട്ടേണ്ടത്. പിള്ളേരെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കരുത്. അവർ മൂർത്തിയെ നോക്കി കണ്ണുരുട്ടി. മൂർത്തി ചിരിച്ചുകൊണ്ട് നിന്നു. പാറു റൂമിലേക്ക് നടന്നു. പിന്നാലെ ആദിയും. റൂമിലെത്തിയതും ആദി ഡോർ അടച്ചു ലോക്ക് ചെയ്തു. പാറു പിറ്റേന്ന് ഓഫീസിൽ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് അയൺ ചെയ്യാൻ എടുത്തു വയ്ക്കുകയായിരുന്നു. അതൊക്കെ നാളെ ചെയ്യാം, നീ ഇങ്ങോട്ട് വന്നേ. നിന്നെ ഇവിടെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നമ്മൾ ഇവിടെ താമസം തുടങ്ങിയത് ആഘോഷിക്കണ്ടേ? ആദി പറഞ്ഞുകൊണ്ട് പാറുവിനെയും കൊണ്ട് കട്ടിലിലേക്ക് മറഞ്ഞു. പിറ്റേന്ന് അതിരാവിലെ നിത്യ എഴുന്നേറ്റു. ആകാശ് അപ്പോഴും നല്ല ഉറക്കമായിരുന്നു. അവൾ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറ്റി. പിന്നെ തൻ്റെയും ആകാശിൻ്റെയും അലക്കാനുള്ള ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടു. സോപ്പ് പൊടിയുമിട്ട് ആവശ്യത്തിന് വെള്ളവും നിറച്ചു. മെഷീൻ ഓൺ ചെയ്തു. പിന്നെ പച്ചക്കറികൾ കഴുകി വൃത്തിയാക്കി മുറിച്ചു വെച്ചു. സ്റ്റൂവിനുള്ളതും കറിക്കുള്ളതും തോരൻ വയ്ക്കാനുള്ളതും പ്രത്യേകം മാറ്റിവെച്ചു. അപ്പോഴേക്കും മാലതി ഉണർന്നിരുന്നു. കിച്ചണിൽ നിത്യയെ കണ്ടു അവർ അമ്പരന്നു. എന്താ മോളെ ഇത്ര നേരത്തെ കിച്ചണിൽ? നിനക്ക് വിശക്കുന്നുണ്ടോ? ഇന്നലെ ഒന്നും കഴിക്കാതെ കിടന്നതല്ലേ? മാലതി ചോദിച്ചു. വിശക്കുന്നൊന്നുമില്ല അമ്മേ, ഞാൻ ഇന്ന് മുതൽ ഓഫീസിൽ പോവുകയല്ലേ, അതുകൊണ്ട് എഴുന്നേറ്റതാ. പിന്നെ ഫുഡ് കൊണ്ടുപോകണം. പച്ചക്കറിയെല്ലാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, എനിക്കറിയില്ല ഉണ്ടാക്കാൻ, അവൾ വിഷമത്തോടെ പറഞ്ഞു. ആകാശ് പറഞ്ഞല്ലോ ഭക്ഷണം കൊണ്ടു പോകണ്ടെന്ന്, മാലതി പറഞ്ഞു. ഫുഡ് കൊണ്ടുപോകണം അമ്മേ, അവിടുത്തെ ഫുഡിൽ നിറയെ ഓയിലാണ്. എപ്പോഴെങ്കിലും 1-2 പ്രാവശ്യം കഴിക്കുമ്പോൾ പ്രശ്നമില്ല, എന്നും ശരിയാവില്ല, നിത്യ പറഞ്ഞു. മോള് വിഷമിക്കേണ്ട, അമ്മ ഉണ്ടാക്കിത്തരാം, മാലതി അവളെ ആശ്വസിപ്പിച്ചു. പിന്നെ ഈസി കുക്കിൽ ചായക്ക് വെള്ളം വെച്ചു. ഗ്യാസ് അടുപ്പിൽ പാലും തിളപ്പിച്ചു. പുറത്തുള്ള വിറകടുപ്പിൽ ചോറിന് വെള്ളം വെച്ചു. നിത്യ ഓരോന്നും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു. പിന്നെ അവൾ വാഷിംഗ് മെഷീനിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് അയയിൽ വിരിച്ചിട്ടു. പച്ചക്കറി മുറിച്ച് വെച്ചത് കൊണ്ട് തന്നെ മാലതിയുടെ പണി പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോഴേക്കും വിശ്വനും ആകാശും എഴുന്നേറ്റു. പത്രത്തിന് അടി തുടങ്ങിയിരുന്നു. നിത്യ ഉമ്മറത്തേക്ക് ചായയുമായി വന്നു. 2 പേർക്കും ചായ കൊടുത്തു. അച്ഛാ, നാളെ മുതൽ ഇവിടെ മറ്റൊരു പത്രം കൂടി വരുത്തിക്കണം. എന്നാൽ പിന്നെ അടി കൂടണ്ടല്ലോ, നിത്യ പറഞ്ഞു. വിശ്വൻ സമ്മതിച്ചു. പക്ഷേ കാശ് കൂടുതൽ കൊടുക്കണ്ടേ മോളെ, അയാൾ ചോദിച്ചു. അച്ഛൻ പത്രം വരുത്തിച്ചോ, അതിൻ്റെ കാശൊക്കെ ഞാൻ കൊടുത്തോളാം, നിത്യ പറഞ്ഞു. അതിന് നിനക്ക് എവിടുന്ന കാശ്, ആകാശ് നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു.
വിശ്വൻ പറയരുതെന്ന് കണ്ണു കാണിച്ചു. പക്ഷേ നിത്യ അത് കണ്ടില്ല. എനിക്ക് എൻ്റെ അച്ഛൻ തരുന്നുണ്ടല്ലോ. അവൾ വിശ്വനെ ചേർത്ത് പിടിച്ചു. പിന്നെ സൂരജ് അച്ഛൻ എൻ്റെ പേരിലിടുന്ന ക്യാഷും ബാങ്കിലുണ്ട്, അവൾ പറഞ്ഞു. ആകാശ് വിശ്വനെ സൂക്ഷിച്ചു നോക്കി. എനിക്ക് കൊടുക്കാൻ വേറെ ആരുമില്ലല്ലോ. ഇവൾ എൻ്റെ മോളല്ലേ, അപ്പോൾ എനിക്ക് കൊടുത്തൂടെ? വിശ്വൻ ചോദിച്ചു കൊണ്ട് തിരിഞ്ഞത് മാലതിയുടെ നേർക്കായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ മാത്രം നിങ്ങളുടെ കയ്യിൽ കാശുണ്ടാവില്ല അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു 100 കാരണമുണ്ടാവും. വിത്ത് വാങ്ങണം, വളം വാങ്ങണം, പണിക്കാർക്ക് കൂലി കൊടുക്കണം. ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാൻ ബാക്കി? ആകാശ് ചിരിയോട് ചിരി. നിത്യ വിശ്വനെയും മാലതിയെയും മാറി മാറി നോക്കി കൊണ്ടിരുന്നു. നിനക്ക് കാശ് തന്നാൽ 2 ദിവസം കൊണ്ട് നീ അത് തീർക്കില്ലേ? ആവശ്യത്തിൽ കൂടുതൽ പാത്രങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്, അയാൾ മെല്ലെ പറഞ്ഞു. നിത്യയ്ക്ക് പേടി തോന്നി. താൻ കാരണം ഇവിടെ ഒരു വഴക്കുണ്ടാവോ? സാരമില്ല അമ്മേ, അമ്മയ്ക്ക് ക്യാഷ് ഞാൻ തരാം, അമ്മ വിഷമിക്കേണ്ട, അവൾ പറഞ്ഞു. ഏയ്, അമ്മയ്ക്ക് കാശൊന്നും വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. വീട്ടിലിരിക്കുന്ന എനിക്കെന്തിനാ കാശ്? മാലതി അവളെ ചേർത്ത് പിടിച്ചു. അതല്ല അമ്മ, പെട്ടെന്ന് എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ കയ്യിൽ കാശ് വേണ്ടേ? അതിന് എപ്പോഴും കുറച്ച് കാശ് കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാ, നിത്യ പറഞ്ഞു. മാലതി വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. 8 മണിയോടെ ആകാശ് നിത്യയും ഓഫീസിൽ പോകാൻ ഡ്രസ്സ് മാറ്റി ഇറങ്ങി വന്നു. ഫോർമൽ ഡ്രസ്സിലായിരുന്നു രണ്ടുപേരും. അപ്പോഴേക്കും മാലതി ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വച്ചിരുന്നു. നാലുപേരും ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവർ പോകാനിറങ്ങിയപ്പോൾ മാലതി ഫുഡ് വെച്ച ഷോപ്പർ എടുത്ത് ആകാശിനെ ഏൽപ്പിച്ചു. ഇന്ന് 2 പേരും കാറിനാണ് പോകുന്നത്. ഇന്നലെ പോയതുപോലെ തന്നെയാണ് 2 പേരും വന്നതും. ആകാശ് ബൈക്കിലും നിത്യ കാറിലും. ആകാശ് ഷോപ്പർ കാറിൻ്റെ പിന്നിൽ വെച്ചു. നിത്യയും കയറി. ആകാശ് കാർ എടുത്തു. ഓഫീസിലെ ഗേറ്റിലെത്തിയപ്പോൾ നിത്യ സെക്യൂരിറ്റിയെ നോക്കി. അയാൾ അവളെ നോക്കി ചിരിച്ചു. തിരിച്ചു അവളും പുഞ്ചിരിച്ചു. എന്താ ഒരു ചിരി? എന്തോ ഒപ്പിച്ചിട്ടുണ്ടല്ലോ, ആകാശ് ചോദിച്ചു. അവൾ ഇന്നലെ നടന്ന സംഭവം പറഞ്ഞു. ആകാശ് ചിരിച്ചുപോയി. അവൻ കാർ പാർക്ക് ചെയ്തു. പിന്നെ നിത്യയുടെ കൈ പിടിച്ചു ഷോപ്പറും എടുത്തു ക്യാബിനിലേക്ക് നടന്നു. കാരണം ബോധിപ്പിച്ച കുറച്ച് പേര് മാത്രമേ എത്തിയിട്ടുള്ളൂ. അസിസ്റ്റൻ്റ് മാനേജരെ പിരിച്ചുവിട്ടിരുന്നു. ഇന്നലെ വൈകുന്നേരം ആദി അസിസ്റ്റൻ്റ് മാനേജരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഫാക്സ് അയച്ചു. ആകാശ് അത് അയാളെ ഏൽപ്പിക്കുകയും ചെയ്തു. ആകാശ് ക്യാബിനിലെത്തിയപ്പോൾ ഫാക്സ് മെഷീനിൽ നിത്യയെ അസിസ്റ്റൻ്റ് മാനേജർ ആയി നിയമിച്ചുകൊണ്ടുള്ള ആദി സൈൻ ചെയ്ത ലെറ്റർ കിടക്കുന്നത് കണ്ടു. ആകാശ് അതെടുത്ത് നിത്യയ്ക്ക് നൽകി. പിന്നെ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു നിറഞ്ഞ സന്തോഷത്തോടെ. അപ്പോൾ എൻ്റെ സീറ്റ് എവിടെയാ? അവൾ ചോദിച്ചു. ആകാശ് അവളെ അസിസ്റ്റൻ്റ് മാനേജർക്കുള്ള ക്യൂബിക്കിളിൽ കൊണ്ടുപോയി ഇരുത്തി. നീ ഇപ്പോൾ ഇവിടെ ഇരിക്കെ. എൻ്റെ ക്യാബിനിൽ നിനക്ക് കൂടി ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റാം. ആകാശ് തിരിച്ചുപോയി. അവൻ അന്ന് തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്തു. കുറച്ചു കഴിഞ്ഞു ജൂനിയർ സ്റ്റാഫായ സുജിത്ത് നിത്യയുടെ അടുത്തെത്തി. എന്തെങ്കിലും സംശയമുണ്ടോ മാഡം? അവൻ ചോദിച്ചു. ഇല്ല, നീ പൊയ്ക്കോ, അവൾക്കുള്ള സംശയം ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ആകാശിൻ്റെ സൗണ്ട് കേട്ട് അവൻ ചുറ്റും നോക്കി. പിന്നെ അവളുടെ ടേബിളിലെ ഫോണിൽ നോക്കിയപ്പോൾ വീഡിയോ കോളിൽ അവനെ കണ്ടു. അത് ഞാൻ മാഡത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ, സുജിത്ത് വല്ലായ്മയോടെ പറഞ്ഞു. ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി തീർത്തോ? ആകാശ് ചോദിച്ചു. ഇല്ല സർ, കുറച്ചുകൂടെ ഉണ്ട്, ഇപ്പോൾ കഴിയും. അവൻ വേഗം തൻ്റെ സീറ്റിലേക്ക് മടങ്ങി. നിത്യയുടെ വിരലുകൾ അതിവേഗം കീബോർഡിലൂടെ സഞ്ചരിച്ചു. ആകാശ് അത് നോക്കി ഒരു നിമിഷം നിന്നു. പിന്നെ വീഡിയോ കോൾ കട്ട് ചെയ്തു. തൻ്റെ വർക്കിലേക്ക് ശ്രദ്ധ തിരിച്ചു. ആകാശ് പിറ്റേന്ന് തന്നെ ഒരു ടേബിൾ ശരിയാക്കി നിത്യയെ തൻ്റെ ക്യാബിനിൽ ഇരുത്തി. അപ്പോഴേക്കും ആകാശിന് അവിടെ അടുത്തുള്ള സൈറ്റ് സന്ദർശിക്കേണ്ട ആവശ്യം വന്നു. അവൻ നിത്യയോട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ എഴുന്നേറ്റതും നിത്യ തടഞ്ഞു. പിന്നെ ഷോപ്പറിൽ നിന്ന് ഫുഡ് എടുത്തു കൊടുത്തു. കഴിച്ചിട്ട് പോയിക്കോ, പിന്നെ കഴിക്കാൻ സമയം കിട്ടിയില്ലെന്ന് വരും, നിത്യ പറഞ്ഞു. പിന്നെ 2 പേരും ഭക്ഷണം കഴിച്ചു. ആകാശ് പോകാൻ നേരം അവളെ ചേർത്ത് പിടിച്ച് ഒന്ന് കിസ് ചെയ്തു. ഞാൻ പോയി വേഗം വരാം, അവൻ പറഞ്ഞു. അവൾ തലയാട്ടി. അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നിത്യ തൻ്റെ ജോലിയിലേക്കും തിരിഞ്ഞു. ആകാശ് തിരിച്ചു വരുമ്പോഴേക്കും ഫയലുകളെല്ലാം അവൾ ക്ലിയർ ചെയ്തു വെച്ചിരുന്നു. അവൻ ക്ഷീണത്തോടെ തൻ്റെ ചെയറിലേക്ക് ചാരിയിരുന്നു. നിത്യ ക്യാൻറ്റീനിലേക്ക് വിളിച്ചു 2 ആപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു. 10 മിനിറ്റിനുള്ളിൽ തന്നെ ജ്യൂസ് എത്തി. നിത്യ കാശ് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു. അവൾ ജ്യൂസുമായി ആകാശിൻ്റെ അടുത്തെത്തി.
കണ്ണടച്ച് കിടക്കുന്ന അവനെ തട്ടി വിളിച്ചു. കണ്ണു തുറന്ന അവൻ്റെ നേരെ അവൾ ജ്യൂസ് നീട്ടി. ആകാശ് അത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. പിന്നെയും ചെയറിൽ ചാരി കണ്ണടച്ചു. നിത്യയ്ക്ക് പാവം തോന്നി. അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ ജ്യൂസ് കുടിച്ചു തീർത്തു. അവൻ്റെ പിന്നിൽ പോയി നിന്ന് നെറ്റിയുടെ ഇരുവശത്തും മസാജ് ചെയ്തു കൊടുത്തു. ആകാശിന് നല്ല സുഖം തോന്നി. അവളുടെ മെലിഞ്ഞ തണുത്ത വിരലുകൾ അവൻ്റെ നെറ്റിയിൽ ഓടി നടന്നു. രവിയുടെ കാര്യം വലിയ കഷ്ടത്തിലായിരുന്നു. അവൻ്റെ വലതു കാലിൻ്റെ എല്ല് പൊട്ടിയിരുന്നു. മുഖത്തും ദേഹത്തും ചെറിയ ചെറിയ മുറിവുകൾ. വലതു കൈയുടെ എല്ലിന് ചതവ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇപ്പോൾ രവി. ഗീതയും പത്മാവതിയും അടുത്തുണ്ട്. അവൻ വേദന കൊണ്ട് പുളയുമ്പോൾ ഗീത മൈൻഡ് ചെയ്തില്ല. പാറുവിനെ കാണാൻ പാലക്കാട് പോയപ്പോൾ പറ്റിയ ആക്സിഡൻ്റ് ആണെന്ന് അവൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഗീത രവിയെ വേണ്ട പോലെ കെയർ ചെയ്തില്ല. പത്മാവതിക്ക് പക്ഷേ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. സ്വന്തം മോനല്ലേ. അവർ തന്നെ കൊണ്ട് കഴിയും വിധം അവനെ നോക്കി. അപ്പോഴാണ് രവിയുടെ ഹോസ്പിറ്റൽ ബില്ലടച്ച അവൻ്റെ ഫ്രണ്ട് ജയൻ വരുന്നത്. മാത്രമല്ല കോടതിയിൽ കെട്ടിവെച്ച 1 ലക്ഷം ജാമ്യത്തുക കൊടുത്തതും ജയനാണ്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിധി അടുത്തു തന്നെ ഉണ്ടാവും. ജയൻ രവിയുടെ അടുത്തെത്തി. എന്തായി? അയാൾ ചോദിച്ചു. നാളെ ഡിസ്ചാർജാണ്. ബില്ലടയ്ക്കാൻ മോൻ കുറച്ചു കാശ് കൂടി തരണം, പത്മാവതി പറഞ്ഞു. അയാൾ രവിയെ നോക്കി. ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം. ഈയിടെ വലിയ സംഖ്യ ബില്ല് വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി, രവി പറഞ്ഞു. അയാൾ മൂളിക്കൊണ്ട് ചോദിച്ചു. എത്ര വേണം? അത് നാളെ ബില്ല് കിട്ടിയാലേ പറയാൻ പറ്റൂ, രവി പറഞ്ഞു. ഓക്കെ, നാളെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ ക്യാഷ് അയച്ചു തരാം, ജയൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി.